നമസ്കാരം. രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ചർച്ചകളുമാണ് ഉയർന്നു വരുന്നത്. എന്നാൽ ഇതിനിടയിലൊന്നും തന്നെ പ്രധാനപ്പെട്ട നിർണായക കേന്ദ്രങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സജീവ സാന്നിധ്യം പ്രകടമാകുന്നില്ല എന്നത് ജനങ്ങൾക്കിടയിൽ വലിയ സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സഭയിലും പൊതുവേദികളിലും അധിക സമയം ചെലവഴിക്കാൻ തയ്യാറാകാത്ത ഭരണകൂട പ്രതിനിധികളൊക്കെ തന്നെ ജനരോഷത്തെ നേരിടാൻ മറ്റു വഴികളാണ് തേടുന്നത് എന്ന വിമർശനം ശക്തമായിട്ടുണ്ട്. ജനങ്ങൾ ഒത്തുകൂടാനും പ്രതികരിക്കാനും ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഇടങ്ങൾക്ക് വിലങ്ങുവെക്കാനും പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുമാണ് ഏജൻസികൾ ഉപയോഗിച്ച് ശ്രമിക്കുന്നതെന്നാണ് പ്രധാന ആരോപണം. ഇതിനു പുറമെ ഭരണപക്ഷ നേതാക്കളെ ഉപയോഗിച്ച് പോലീസിൻ്റെ നടപടികളെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും പുറത്തു വരുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാനങ്ങളിൽ ഉടലെടുക്കുന്ന ഗുരുതരമായിട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങളിലും വംശീയ അക്രമങ്ങളിലുമൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പ്രദേശങ്ങളിലെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തറിയാതിരിക്കാനായിട്ട് ആശയവിനിമയ സംവിധാനങ്ങളും ഇൻ്റർനെറ്റും പൂർണ്ണമായിട്ടും വിച്ഛേദിക്കുന്ന തന്ത്രമാണ് പലപ്പോഴും അധികാരികൾ സ്വീകരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇത്തരം തീരുമാനങ്ങളിലൂടെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കഴിഞ്ഞിരുന്നെങ്കിലും നിലവിൽ ഉയർന്നു വരുന്ന ജനകീയ മുന്നേറ്റങ്ങൾ ഭരണകൂടത്തിലും അവരെ നയിക്കുന്ന പ്രസ്ഥാനങ്ങളിലും വലിയ തരത്തിലുള്ള ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഒരു പരിഭ്രാന്തി കാരണമാണ് നിയമ സംവിധാനങ്ങളെയും കോടതികളെയും മുന്നിൽ നിർത്തി പുതിയ ആഖ്യാനങ്ങളൊക്കെ തന്നെ ചമയ്ക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നത്. തലസ്ഥാന നഗരിയിലെ ജന്തർ മന്ദറിൽ നടന്ന വമ്പൻ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടി ഇപ്പോൾ വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പ്രതിഷേധത്തെ ന്യായീകരിക്കാനും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ മറച്ചുവെക്കാനും സുപ്രീം കോടതിയിൽ ഡൽഹി പോലീസ് നൽകിയ ഹർജികൾ വലിയ നാടകീയ സംഭവങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. തങ്ങളുടെ ഭാഗത്തുനിന്ന് അമിതമായിട്ടുള്ള ബലപ്രയോഗം ഉണ്ടായിട്ടില്ലെന്നും സമരം നിയമവിരുദ്ധമായിരുന്നുവെന്നുമാണ് പോലീസ് കോടതിയിൽ ഉന്നയിക്കുന്ന പ്രധാന വാദം. എന്നാൽ വൻ ജനക്കൂട്ടത്തെ നേരിടാൻ 5000-ഓളം സായുധ പോലീസുകാരെ അണിനിരത്തി ക്രൂരമായ അടിച്ചമർത്തലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള പോലീസ് നടത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം. സംഭവ ദിവസം നടന്ന അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം പ്രതിഷേധക്കാരുടെ തലയിൽ കെട്ടിവയ്ക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ഇതിനായി ചില എഡിറ്റ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ പുതിയ കഥകൾ സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. പോലീസുകാർക്ക് നേരെ ആയുധങ്ങൾ ഉപയോഗിച്ചത് പ്രതിഷേധക്കാരാണെന്ന് വരുത്തി തീർക്കാനും സമരക്കാർക്കിടയിൽ ആയിരക്കണക്കിന് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ നുഴഞ്ഞു കയറിയെന്ന് ആരോപിക്കാനും ഭരണകൂട സംവിധാനങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാനാണ് ഇത്തരം തന്ത്രങ്ങൾ മെനയുന്നത്. പ്രതിഷേധത്തെ കൂടുതൽ അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള നീക്കങ്ങളും സജീവമായിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിലും ഭാരവാഹികൾക്കിടയിലും ഭയം സൃഷ്ടിച്ച് സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ക്രിമിനൽ കുറ്റം ആരോപിച്ചും കേസുകൾ എടുത്തും ജനങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങളെ തടയാൻ ശ്രമിക്കുന്നത് ജനാധിപത്യപരമായിട്ടുള്ള രീതിയല്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങിയവരെ വേട്ടയാടാനാണ് ഇത്തരം പ്രത്യേക അന്വേഷണ സംഘങ്ങളെ ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ തെരുവിൽ ഉയർന്നു വരുന്ന ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾക്കും ജനരോഷത്തിനു മുന്നിൽ കൃത്യമായ മറുപടിയില്ലാതെ കേന്ദ്ര ഭരണകൂടം പതറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സ്വന്തമായി ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് പോലീസിനെയും വിവിധ അന്വേഷണ ഏജൻസികളെയും ഒടുവിൽ സുപ്രീം കോടതിയെയും തങ്ങളുടെ പ്രതിരോധ കവചങ്ങളാക്കി മാറ്റി കേന്ദ്ര സർക്കാർ ഒളിച്ചു കളിക്കുകയാണ്. എന്നാൽ ഇത്തരം അടിച്ചമർത്തൽ നടപടികൾ കൊണ്ടോ പോലീസിനെ ഉപയോഗിച്ചുള്ള കള്ളക്കഥകൾ കൊണ്ടോ ജനങ്ങളുടെ പ്രതിഷേധ അഗ്നിയെ ഇവിടെ അണയ്ക്കാനായിട്ട് കഴിയില്ല എന്നാണ് നിലവിലെ സംഭവ വികാസങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്.